ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നത്. കാരണം ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കട്ടിലിൽ നിന്ന് എണീക്കാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ യു കെയിൽ വിൻ്റർ ആയതുകൊണ്ട് ഉച്ചയാണെങ്കിലും പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വിൻ്ററിൽ അങ്ങനെയാണ് പൊതുവെ. ഒരു 2:30-3:00 ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങും. 3:30 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട്, സൂര്യപ്രകാശം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് പകൽ ഫുള്ള് ഒരിത്തിരി മൂടിക്കിടക്കാണ്. ഇപ്പോഴേ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് കുറച്ച് ക്ലീനിങ്ങോ പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്കിവിടെ യു കെയിൽ ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഡീല് പ്രമാണിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സാധനങ്ങൾ ചിലത് ഞാൻ സെറ്റ് ചെയ്തു, ചിലതിങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ താഴെ കിടപ്പുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അതാണ് മെയിൻ പരിപാടി. പിന്നൊന്ന് പുറത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാലാവസ്ഥയും നമ്മുടെ മാനസിക നിലയും അനുവദിക്കുകയാണെങ്കിൽ പുറത്ത് പോകും. എന്നുവെച്ചാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകും, കാലാവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ കൂടെ. അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം ഇപ്പം. അതുപോലെ തന്നെ നാളെ തൊട്ട് 3 ദിവസത്തേക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ രാത്രിയിൽ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യേണ്ട പരിപാടിയില്ല. ഇന്നലെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. എന്നാലും കുറച്ചും കൂടെ ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വെച്ച് കുക്ക് ചെയ്യേണ്ട അവസ്ഥ വരാതെ ഇരിക്കത്തക്ക രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പം ഞാൻ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറിന് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു സാധനമാണ് കേട്ടോ. ഇതൊരു ഡ്രസ്സിങ് ടേബിൾ പോലെയാണ്. നമുക്കിപ്പം മേക്കപ്പ് ചെയ്യാനായിട്ട്, മേക്കപ്പ് സാധനങ്ങൾ വെക്കാനായിട്ട്, ഓർണമെൻറ്റ്സ് വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ടേബിൾ, അതുപോലെ തന്നെ കണ്ണാടിയൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ മാനുവലൊക്കെ ഉണ്ട് ഈ കിടക്കുന്നത്. ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയതായിരുന്നു, പക്ഷേ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാർട്സ് തിരിച്ച് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതാ പുറത്തേക്ക് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ട് സന്ധ്യയായ പോലെ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന്. മഴയൊക്കെ ആയിട്ട് ഒരു ടിപ്പിക്കൽ മിസറബിൾ വെതറാണ് കേട്ടോ ഇന്ന്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള സാധനം കാണിച്ചു തരാം. ഇത് വേണ്ടേ നമ്മുടെ പുറത്ത് ഡോറിൽ തൂക്കാനായിട്ട് ഞാനൊരു റീത്ത് ലീഡിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് റെഡി ആയില്ല. ഡോറിൽ തൂക്കാൻ വെച്ചിട്ട് കൊളുത്ത് ചാടിപ്പോന്നു. അപ്പോൾ സാധനം എല്ലാം കൂടെ ചാടി പോകുന്നതുകൊണ്ട് ഇനി അതൊന്നുകൂടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് തൂക്കണം. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഇന്നലത്തെ ബ്ലാക്ക് ഫ്രൈഡേ ഡീലിൽ വാങ്ങിച്ച അടുത്ത സാധനമാണ് കേട്ടോ. ഷൂ റാക്കാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ ചെരുപ്പ്, ഷൂസ് എല്ലാം ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഷൂ റാക്ക് വാങ്ങിച്ചതുകൊണ്ട് സംഭവം എല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാണാൻ ഭംഗിയുള്ള സംഭവം എന്നല്ല, ബട്ട് ഇറ്റ് വിൽ ഡു ദ ജോബ്. അപ്പോൾ അടുത്ത നമ്മൾ വാങ്ങിച്ച സാധനമാണ് വേണ്ട ഈ കോർണർ ഷെൽഫ്. ഇതിനകത്ത് സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്ത് വെക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അതുകൊണ്ട് സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ടെമൂന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ടെമൂന്നിലെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഡീലിന് വാങ്ങിച്ചതാണ്. കാണാനായിട്ട് ഭംഗിയൊക്കെ ഉണ്ട്, നല്ല ഉറപ്പൊക്കെ ഉണ്ട്. സാധാരണ ടെമൂന്ന് വാങ്ങുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുന്ന അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ. ഇപ്പോൾ എത്ര കാലം നിൽക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കാണാനും ഭംഗിയുണ്ട്, അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ വാങ്ങിച്ച എല്ലാ സാധനങ്ങളുടെയും വേസ്റ്റ് ഇതൊക്കെ. അപ്പം നമുക്കിന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വിടാനായിട്ട്. അപ്പോൾ ഓരോ ആഴ്ചയിൽ ഇടപെട്ടാണ് വേസ്റ്റ് എടുക്കാനായിട്ട്. എന്നുവെച്ചാൽ ഓരോ ആഴ്ച ഇടപെട്ടാണ് നമ്മൾ ഓരോ വേസ്റ്റ് വെക്കുന്നത്. ഒരാഴ്ചയിൽ വേസ്റ്റ് ബിൻ, അതായത് ജനറൽ വേസ്റ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച ബിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൈക്കിളബിളാണ്. ഇതൊക്കെ റീസൈക്കിളബിളുള്ള മിക്ക സാധനങ്ങൾ. അതിനകത്ത് കവറൊക്കെ ജനറൽ വേസ്റ്റിൽ പോകും. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, കാർഡ്ബോർഡൊക്കെ റീസൈക്കിളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കണം. നമുക്കപ്പോൾ ഗ്യാരേജിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ടെമൂന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഈ സോഫയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള കവറായിരുന്നു കേട്ടോ. അത് അത്ര റെഡി ആയില്ല. ഞാൻ ഇട്ട് നോക്കി, പക്ഷെ അത് ഹോൾഡ് ആവുന്നില്ല, ഇങ്ങനെ ഊരി പോന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാധനം റിട്ടേൺ ചെയ്യാനായിട്ട് അതേപടി തന്നെ മൂലക്കാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ചായിട്ടുള്ള ചോറ് കഴിക്കാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകുന്ന പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്തെ അവസ്ഥ കണ്ടിട്ട്, പുറത്തെ വെതർ തന്നെ നമ്മളോട് വീടിനകത്ത് ഇരിക്കാൻ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ചോറ് കഴിച്ചിട്ട് ഈ പരിപാടികളിലേക്കൊക്കെ കിടക്കാം. അപ്പം ചോറ് തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട്. ഇന്നലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കാനായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ചോറിൻ്റെ ഇട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വിശപ്പ്. എൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി മരിക്കാമെന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ഇൻഡോർ ആന്തൂറിയം പ്ലാന്റ് ആണ് കേട്ടോ.
നമ്മൾ ടെമൂന്ന് വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. അതിനകത്ത് ഞാൻ ഇട്ടേക്കണ ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു കറക്റ്റ് ഒരു സമയമാകുമ്പോഴേക്കും അത് തന്നെത്താനെ ഓണായിക്കോളും. നമ്മൾ ഓണാക്കുമൊന്നും വേണ്ട. എന്നെക്കാൾ ഉത്തരവാദിത്വം ക്രിസ്മസ് ട്രീൻ്റെ ബൾബിനുണ്ട്. ഇതാണ് നമ്മുടെ ഗാരേജിൻ്റെ കീ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഗാരേജ് തുറന്നിട്ട് അങ്ങോട്ട് സാധനങ്ങൾ പതിയെ പതിയെ നീക്കി തുടങ്ങാം. പുറത്തെ കാലാവസ്ഥ കണ്ട പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഗാരേജ്. നമ്മുടെ ഗാരേജിൽ ലേശം വെട്ടക്കുറവുണ്ട് കേട്ടോ. ഇനിയല്ല എൻ്റെ ഫുഡ് ഇട്ടേക്കണത് ട്രെൻഡായിട്ടല്ല, പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ടാണ്. ഇനി ഇവിടെ നിലത്ത് കിടക്കുന്ന കുറച്ച് മെസ്സും കൂടെ മാറ്റാനുണ്ട്. ഗാരേജിലേക്ക് കളയാനുള്ളതൊക്കെ നമ്മൾ കൊണ്ട് കളഞ്ഞു. ഇതിപ്പോൾ ജനറൽ വേസ്റ്റിൽ നമുക്ക് കിച്ചണിൽ തന്നെ ജനറൽ വേസ്റ്റിൻ്റെ ബിന്നുണ്ട്. അതൊക്കെ ജനറൽ വേസ്റ്റിൻ്റെ ബിന്നിലേക്ക് കൊണ്ടിടാം. 2 ദിവസമായിട്ട് കുറേ ചൊവ്വ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ, ജീരകവെള്ളം ഇപ്പോൾ കുടിക്കുന്നത്. ഞങ്ങളുടെ നെയ്ബറിൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻ ആട്ടോ. മഴ ആയതുകൊണ്ട് തുള്ളി ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് കാണുള്ള മര്യാദയ്ക്ക്. ഇവിടെ UK വിന്റർ തുടങ്ങിയപ്പോൾ മജോറിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിലാണെന്ന് പറയാട്ടോ. ഒരു സീരീസ് ഫിനിഷ് ചെയ്യുമ്പോൾ അടുത്ത സീരീസ് അല്ലെങ്കിൽ മൂവി അങ്ങനെ എന്തെങ്കിലും ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടേയിരിക്കും. രാവിലെ തുടങ്ങിയ മഴ കേട്ടോ, ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് ചോറ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇന്ന് ഡിന്നറിന് നമ്മൾ കുറച്ച് ബ്രൊക്കോളി വാങ്ങിച്ച പഴയ ബ്രൊക്കോളി ഇരിപ്പുണ്ടായിരുന്നു. ആ ബ്രൊക്കോളി സെറ്റാക്കിയിട്ട് ഡിന്നറും കൂടെ റെഡിയാക്കണം. ബ്രോക്കോളി ട്യൂണ മുട്ട പുഴുങ്ങി പൊരിച്ചത്, ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. വൈകുന്നേരത്തെ ഡിന്നർ അല്പം ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം കടകളൊക്കെ പകുതി അടച്ചു, എന്നാലും ഒന്ന് നടക്കാൻ ഇറങ്ങാം. മഴയൊന്ന് കുറഞ്ഞ സമയം കേട്ടോ. വൈകുന്നേരം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴിയിലും ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനുണ്ടാവില്ല. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടായിരിക്കും. എന്നാൽ പകലൊക്കെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവര്, ക്രിസ്മസിന്റെ ഗിഫ്റ്റ് വാങ്ങാൻ വരുന്നവര്, ഷോപ്പിംഗ്, ചായ കുടിക്കാൻ വരുന്നവര്, ആകെപ്പാടെ ഒരു ജഹഭോഗമയം.